സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. ഇത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രുചികരമായ ഈ ബ്രെഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുപാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഈസ്റ്റും പഞ്ചസാരയും ഒന്ന് മെൽറ്റ് ആവാനായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാനായി ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 250 ml കപ്പിന് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 3 കോഴിമുട്ട ചേർക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിന് പകരം മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഇത് പോരാ, അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചെറു ചൂടുപാൽ കൂടി ഒഴിച്ചു കൊടുക്കണം. പാലിന് പകരം ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഈ മാവ് പെട്ടെന്ന് പൊങ്ങി വരാനായിട്ടാണ് നമ്മൾ ചെറു ചൂടോടുകൂടിയുള്ള പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇത്തിരി വെള്ളം കുറവാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കൈകൊണ്ട് കുഴയ്ക്കണമെന്നില്ല, ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് കുഴച്ചെടുത്താലും മതി. ദാ ഈ ഒരു പാകത്തിനാണ് മാവ് വേണ്ടത്. ഇനി നമുക്കിത് ഒരു 45 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോഴത്തേക്കും ഇത് ഡബിളായിട്ട് പൊങ്ങി വരും. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ കറക്റ്റ് 45 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ബാറ്റർ ഒഴിക്കാനായിട്ട് ഒരു കേക്കിൻ്റെ ട്രേയിൽ 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മളിവിടെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 45 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് വച്ചേക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് കൂടി മൂടി വെച്ച് കൊടുക്കാം. ഇതാ 15 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി അല്പം ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. ഇത് ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ്. ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. ആദ്യം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. 35 മിനിറ്റ് കൊണ്ട് നമുക്കിത് പാകമായി കിട്ടിയിട്ടോ. ഇത് വെന്തിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. നന്നായി പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. നന്നായി തണുത്ത ശേഷം നമുക്കിത് ട്രേയിൽ നിന്ന് മാറ്റാം. സൈഡിൽ ഒരു കത്തി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി ഇട്ട് കൊടുക്കാം. ഇതാ നോക്കിയേ, നമ്മുടെ നല്ല സോഫ്റ്റ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സ്പോഞ്ച് പോലെയാണ് കേട്ടോ നമ്മുടെ ബ്രെഡ് കിട്ടിയേക്കുന്നത്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡിൻ്റെ മധുരം ഇതിനില്ല കേട്ടോ. ഇതിപ്പോൾ കറി കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്താൽ ഇതിന് മധുരം കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ മധുരം ഇത്തിരി കൂടുതൽ വേണമെന്നുള്ളവർ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഉണ്ടാക്കിയാൽ മതിയാകും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈ ബ്രെഡിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.